ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. അപ്പൊ നിയോ ഹോം ട്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ? റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് അല്ലെ? അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ ലൈവ് സെക്ഷൻ നടക്കണ്ട കേട്ടോ, 8 മണി തൊട്ട്. അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യണം ആ ലൈവ് സെക്ഷൻ. നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണ്ടേ? അപ്പൊ പരീക്ഷയൊക്കെ വരാൻ പോവല്ലേ, ഫുൾ മാർക്കൊക്കെ മേടിക്കണ്ടേ? അപ്പൊ ലൈവ് സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുക. അന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ഇരുന്ന് പഠിക്കണം. അത് പിറ്റത്തേക്ക് വെക്കരുത്, നമുക്ക് ബർഡൻ ആവും അല്ലെ? അപ്പൊ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്യണം. ലിങ്ക് നമ്മൾ ഇടാട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു അതിന്റെ ആൻസർ കണ്ടുപിടിച്ചോ? എന്ത് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചേ? നെയിം ദ ഹോർമോൺ ദ റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് നെയിം എന്നാ ചോദിച്ചേ. ഇത് ഹോർമോൺ ആയിരുന്നു. ആൻസർ സെക്രീറ്റിൻ. സെക്രീറ്റിൻ ആട്ടോ ആൻസർ. സെക്രീറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ ഇങ്ങനെ എക്സ്ട്രാ പറയണ കാര്യങ്ങളൊക്കെ. നമുക്കതൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും. ടെസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇടയ്ക്കൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയണേ. ഇടയ്ക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ അഡോൾസൻസ് കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് അല്ലെ? ഒത്തിരി ന്യൂട്രിയൻസ് സപ്ലിമെന്റ് നമുക്ക് വേണം. കാരണം നമ്മുടെ ബോഡി എന്താ, ഒത്തിരി വളരുന്ന ഒരു കാലഘട്ടമാണ് അഡോൾസൻസ് എന്ന് പറഞ്ഞ കാലഘട്ടം. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും മിനറൽസും വൈറ്റമിൻസും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ കിട്ടണം. കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കുള്ളൂ. അതുപോലെ പേഴ്സണൽ ഹൈജീനും വേണം. ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ് ഒക്കെ ഓവറായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു സമയമല്ലേ നമ്മുടെ അഡോൾസൻസ്. അപ്പൊ നമുക്കൊക്കെ ഒത്തിരി വേർപ്പുണ്ടാവും ഈ ഒരു കാലഘട്ടത്തില്. അപ്പം ഈ സ്വെറ്റ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കാരണേ അപ്പൊ നമ്മൾ ഡെയിലി കുളിക്കണം. അല്ലാണ്ട് വല്ലപ്പോഴും കുളിച്ചിട്ട് കാര്യം ഉണ്ടാവും ഇല്ല. ഡെയിലി കുളിക്കുക, വൃത്തിയും മെനയായിട്ട് നടക്കണം. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, പ്രൈവറ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഗേൾസ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ കെയർ എടുക്കണം. കാരണം അവർക്ക് മെൻസ്ട്രേഷനും ഈ മെൻസ്ട്രൽ ഫ്ലോ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഹൈജീൻ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ബോയ്സ് ശ്രദ്ധിക്കേണ്ടെന്നല്ല കേട്ടോ, അവന് ശ്രദ്ധിക്കണം. പക്ഷെ കുറച്ചുകൂടെ പെൺകുട്ടികളെ ശ്രദ്ധിക്കണം. അതേപോലെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റി, കൺഫ്യൂഷനും ഇതൊക്കെ വരെ. നമുക്ക് തോന്നും എന്നെ കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല. നമ്മൾ ഓരോരുത്തർ വെച്ച് കമ്പയർ ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച്. അവളെ കാണാൻ എന്ത് ഭംഗിയാ, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് എനിക്കൊരു കഴിവുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇൻസെക്യൂരിറ്റി. നമുക്ക് എന്ത് ഒരു കാര്യം തോന്നിയാൽ ആരോട് പറയണം? പേരൻസിനോട് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻസെക്യൂരിറ്റികളും കൺഫ്യൂഷൻസും ഒക്കെ നമുക്ക് വന്നൊരു കാലഘട്ടം അഡോൾസൻസ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ബാഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മളിങ്ങനെ എന്താ ഒത്തിരി ആയിട്ട് ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, അഡിക്റ്റീവ് ടു സെക്ഷൽ കോണ്ടാക്ട് പേഴ്സൺ അല്ലെ? ഇത് HIV ഇൻഫെക്റ്റഡ് ഒക്കെ ആവാനുള്ള ചാൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്. കാരണം നമ്മുടെ ഹോർമോൺസിന് ഭയങ്കര ആക്റ്റീവാണ്. സെക്സ് ഹോർമോൺസ് ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൂട്ടുകാർ പ്രേരിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യുക, സേ നോ ടു ഡ്രഗ്സ്. നമ്മൾ പറയണം, നോ പറയാൻ പഠിക്കണം. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം. അടുത്തത് ഇനി നമ്മൾ സ്കിപ്പ് ചെയ്തൊരു പോർഷനാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ അല്ലെ? എങ്ങനെ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യണേന്ന് നമ്മൾ സെക്സ് ഹോർമോണെ പറ്റി പറഞ്ഞായിരുന്നു, സെക്സ് ഡിറ്റർമിനേഷൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ ശരിക്കും 23 പേര് ക്രോമസോം ഇല്ലേ? അതിനകത്ത് 22 പേര് ഓട്ടോസോംസ് ആണ്. നമ്മുടെ ഒരാളുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യില്ല, ഓട്ടോസോംസാ. പിന്നെയുള്ള ഒരു പേര് അതാണ് നമ്മുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യണേ. അപ്പൊ അത് ഫീമെയിലാണെങ്കിൽ അത് XX, മെയിലാണെങ്കിൽ അത് XY ആയിരിക്കും ആ ലാസ്റ്റത്തെ പേര്. അപ്പം 44 ഓട്ടോസോം പ്ലസ് XX ആണെങ്കിൽ ഫീമെയില്, 44 ഓട്ടോസോം പ്ലസ് XY ആണെങ്കിൽ അത് മെയില്. നമ്മുടെ ഗ്യാമേറ്റ് ആവുമ്പോൾ അത് എങ്ങനെയായിരിക്കും, നേരെ പകുതി വരൂല്ലേ? 22 പ്ലസ് X അല്ലെങ്കിൽ 22 പ്ലസ് Y വരും. ഫീമെയിലാണെങ്കിൽ 22 പ്ലസ് X, 22 പ്ലസ് X ആ രീതിയിലേ വരുള്ളൂ. മെയിലാണെങ്കിൽ 22 പ്ലസ് Y അല്ലെങ്കിൽ 22 പ്ലസ് X എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. കാരണം മെയിലിന് Xും Yയും ഉള്ളതുകൊണ്ട് അല്ലെ? ഇങ്ങനെ വരും. അപ്പൊ നോക്കിക്കേ, കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സെക്സ് ഹോർമോണില് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ 46 ഉണ്ടെന്ന് വിചാരിക്കും, 46 തന്നെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 46ഉം കൂടെ കൂടിക്കഴിഞ്ഞാലോ 92 ഉള്ള വേറൊരു ക്രീച്ചർ ആയി പോകും അത്. അപ്പൊ ഹ്യൂമൻ തന്നെയായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ 46 ക്രോമസോം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോണം അടുത്ത ജനറേഷനിലേക്ക്. അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്യാമേറ്റില് നമ്മുടെ സാധാ സെല്ലുള്ള പോലെ അല്ല, ഗ്യാമേറ്റ്സ് നേരെ പകുതിയെ കാണാവുള്ളൂ.
അപ്പം മെയിലിൽ നിന്ന് ഫാദറിൽ നിന്ന് പകുതി മദറിൽ നിന്ന് പകുതി രണ്ടും കൂടെ കൂടി സൈഡിലാവുമ്പോൾ അവർക്ക് 46 തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കണത്, അല്ലാതെ നമ്മുടെ ബോഡിയിൽ എല്ലാം മൈറ്റോസിസ് നടക്കണത്. ആ 46 ക്രോമസോം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 46 ആയി അങ്ങനെ നടക്കും. പക്ഷെ മിയോസിസിന്റെ സമയത്ത് എങ്ങനെയാ 46 ക്രോമസോമുള്ള സെൽ ഡിവൈഡ് ചെയ്തിട്ട് എന്താവും 23 ആയിട്ടുള്ള ഗ്യാമേറ്റുകളായിരിക്കും ഫോം ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത് ഫാദറിൽ എക്സും വൈയും ഇല്ലേ ഉണ്ട്. അതായത് പ്ലസ് എന്തുണ്ട് 22 ഓട്ടോസോംസ് ഉണ്ട് കേട്ടോ. മദറിലോ 22 ഓട്ടോസോംസ് ഉണ്ട്. പിന്നെ എന്തുണ്ട് എക്സ് ഉണ്ട്, 22 ഓട്ടോസോംസ് ഉണ്ട്. പിന്നെ എന്താ എക്സ് രണ്ട് ടൈപ്പിലുണ്ട്, 22 പ്ലസ് എക്സ് 22 പ്ലസ് എക്സ് 22 പ്ലസ് വൈ 22 പ്ലസ് എക്സ് ആണ് ഫാദറിൽ വരുന്നത്. അപ്പൊ ഫാദറിന്റെ എക്സും മദറിന്റെ എക്സും ആണ് കൂടിച്ചേരണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. ഇനി ഫാദറിന്റെ മൈക്രോമസോംസ് ഉള്ള ഇതാണെങ്കിലോ അപ്പം എന്താ എക്സ് വൈ മെയിലായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും എന്ത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പൊ ഒരു ഫീറ്റസ് ഒരു കൊച്ചിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യണം എന്താ ഫാദറിന്റെ ക്രോമസോം ആണ് ഡിറ്റർമൈൻ ചെയ്യണം. കാരണം ഫാദർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണത് എന്ത് എക്സ് അല്ലെങ്കിൽ വൈ, രണ്ടും ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്സ് ഡിറ്റർമൈൻ ചെയ്യണ ഫാദറാ. ഓവത്തിൽ എപ്പോഴും എന്തായിരിക്കും എക്സ് മാത്രം ഉണ്ടാവുള്ളൂ. സ്പേമിലാണെങ്കിലോ എക്സ് ഉള്ള സ്പേം ഉണ്ടാവും വൈ ഉള്ള സ്പേം ഉണ്ടാവും. അപ്പൊ ഫ്യൂഷന്റെ സമയത്ത് എക്സ് ഉള്ള സ്പേം ആണ് എക്സ് ഉള്ള ഓവായിട്ട് ഫ്യൂസ് ചെയ്യണമെങ്കിൽ എക്സോടെ കൂടിയിട്ട് ഫീമെയിലും, ഇനി വൈ ഉള്ള സ്പേം ആണ് എക്സ് ഉള്ള ഓവായിട്ട് കൂടി ചേരണമെങ്കിൽ എക്സും വൈയും കൂടിയിട്ട് അതെന്താവും അത് മെയിലായിട്ടും മാറും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിലെ ചേഞ്ചസ് നടക്കാൻ വേണ്ടിയിട്ട് ഏത് ഹോർമോണാണ് എന്ത് സെക്രീഷൻ ആണ് ഇത് സെക്രീഷൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ള ഏത് സെക്രീഷൻ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏത് സെക്രീഷനാ? എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ എന്തെന്ന് നമ്മൾ പറയണേ ഹോർമോൺസ് എന്നാ പറയണേ അല്ലെ, ഹോർമോൺസ്. അടുത്ത ദിവസം നോക്കിയേ, ഡിഫൈൻ അഡോളസൻസ് എന്താ? ദ പീരീഡ് ഓഫ് ലൈഫ് വെൻ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലെഡ് ടു റിപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി ഈസ് കോൾഡ് അഡോളസൻസ്. നമ്മൾ റിപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി എത്തുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ അഡോളസൻസ് എന്ന് പറയണേ അല്ലെ. ഇനി മെൻസ്ട്രേഷൻ എന്താ? അതായത് എല്ലാ മാസവും ഫീമെയിലിന്റെ ബോഡിയിൽ ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ സമയത്ത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂട്രസിന്റെ വോൾ എന്ത് ചെയ്യും നന്നായിട്ട് കട്ടിയൊക്കെ വെക്കും. എന്തിനാ? ഒരു എംബ്രിയോനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ എഗ് ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ട് എൻഡോമെട്രിയത്തിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തോളും. അതിന് പിന്നെ ഫർദർ ഡിവിഷൻ ഒക്കെ നടന്ന് അത് എന്ത് ചെയ്യും അത് യൂട്രസിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും, യൂട്രസ് ലൈനിങ്ങിലേക്ക്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ ആ ഓവൻ നശിച്ചു പോകും. അപ്പൊ യൂട്രസ് തിക്കനിങ് ആയിരിക്കുമല്ലേ, അതെന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്തിട്ട് യൂട്രസിന്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ ബ്ലഡ് വെസൽസ് ഒക്കെ ഷീൽഡ് ഔട്ട് ചെയ്ത് വെജീന വഴി ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് പറയും? അതിനാണ് നമ്മൾ പറയണേ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സാധാരണ മെൻസ്ട്രേഷൻ എത്ര ദിവസം ഉണ്ട് നമ്മൾ പറഞ്ഞേ? ഒരു 5 days ഒക്കെ, 3 to 5 days, 28 ഡേ ആ ഒരു ഗ്യാപ്പിലായിരിക്കും എന്ത് തന്നെ മെൻസ്ട്രേഷൻ സാധാരണ ഒക്വർ ആവുന്നത്, ആ ഒരു ഗ്യാപ്പ് ടൈമിൽ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇപ്പൊ പറയുന്നത് NCERT-യിലെയാണ്. NCERT-യുടെ അല്ലാത്ത പ്രീവിയസ് ഇയർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒത്തിരി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേട്ടോ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരും കണ്ടുപിടിച്ചോണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ആൻസർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കാവേ. ദ ഫസ്റ്റ് കൺട്രി ടു ഹാവ് ഇ പാർലമെന്റ് വെയർ പീപ്പിൾ മീറ്റ് വെർച്വലി. അതായത് നമ്മുടെ ടെസ്റ്റ് ക്വസ്റ്റ്യനല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും അല്ല, പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് കൺട്രി ടു ഹാവ് ഇ പാർലമെന്റ് വെയർ പീപ്പിൾ മീറ്റ് വെർച്വലി. കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഉത്തരം. കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അതിന്റെ ആൻസർ എന്താണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടും. അപ്പം എല്ലാവർക്കും
ബൈ. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ലൈവ് സെക്ഷൻ ഉണ്ട്. 8 മണിയായിട്ടാണ് ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ലിങ്ക്, അവർക്കൊക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.